ഞാൻ എപ്പോഴും ഓർക്കും പ്രഗ്നൻസിയിൽ ഒരു ജീവൻ ഭൂമിയിലോട്ട് വരുവാണ് അല്ലേ. ആ സമയങ്ങളിൽ ഒരു സ്ത്രീയുടെ ബോഡി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് 360 ഡിഗ്രി തിരിയുന്ന ഒരു സമയത്ത്, കാരണം ഒരു ജീവന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബോഡിയാണ്. ആ സമയങ്ങളിലും അതേപോലെയാണ്. അവളിലോട്ട് ഒരുപാട് റൂൾസ് കൊണ്ടുവരുന്നതും ആ സമയത്താണ്. കാരണം ഞങ്ങൾ ഇത്ര പ്രസവിച്ചതാ, ഞങ്ങൾ പറയുന്ന പോലെ കേൾക്കൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന ഒരു കേസിൽ ഒരു ലേഡി പറഞ്ഞതാ, എനിക്ക് ടയേർഡാണ്, എനിക്കൊന്ന് പകലൊന്ന് ഉറങ്ങാൻ തോന്നും ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ. അപ്പം ഞാനൊന്ന് ബെഡിലോട്ട് കിടക്കുമ്പോഴേ വരും. ഗർഭിണി പെണ്ണുങ്ങൾ അങ്ങനെ കിടക്കാൻ പാടില്ല, അതൊരു പ്രസവത്തിനെ ബാധിക്കും. അപ്പോൾ അവർ സഹികെട്ടെന്ന് കിടക്കുമ്പോഴത്തേനും അപ്പുറത്ത് പാലും കൊണ്ട് വരുന്ന സ്ത്രീകളും എല്ലാം കൂടെ ചേർന്നിട്ട് എന്തിയെ മോളെന്തിയെ അവൾ കിടക്കുവാണോ, അയ്യോ അതെന്താ പറഞ്ഞു കൊടുക്കാത്തെ. അപ്പം അതിൻ്റെ എല്ലാം തിരിച്ചടികൾ ഇപ്പം ഭർത്താവാണ് അനുഭവിക്കുന്നത്. അതും കൂടെ പറയണം. കുട്ടികളൊക്കെ ഇപ്പോൾ വലുതായി, പക്ഷെ 40-45 വയസ്സായെങ്കിലും ഇപ്പോൾ പുള്ളിക്കാരി പറയുന്ന ഇവരുടെ അമ്മ അന്ന് എന്നോട് ഞാൻ ടയേർഡായിട്ട് എനിക്ക് ഒട്ടും വയ്യാതെ നിൽക്കുമ്പോൾ ഇവരുടെ അമ്മ എന്നെ പകലൊന്ന് കിടത്താൻ പോലും സമ്മതിക്കത്തില്ല, ഇങ്ങനെയാണ്. അപ്പോൾ ഹസ്ബൻഡ് പറയും, അത് എനിക്കെങ്ങനെ അറിയുന്നത്, ഞാനെന്ത് ചെയ്യാനാ. അത് ഞാൻ ഇയാളോട് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു അത് ശരിയായിരിക്കും, അവരൊക്കെ പ്രസവിച്ചവരല്ലേ, നീ അത് പറയുന്നത് കേൾക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻറ്റാണ്, ഓരോ ബോഡിയും ഡിഫറെൻറ്റാണ് അല്ലേ. എൻ്റെ ഇമോഷൻസോ അല്ലെങ്കിൽ എൻ്റെ ബോഡിയുടെ റെഗുലേഷനോ അല്ല മറ്റുള്ള ഒരാൾക്ക് വരിക. അപ്പം അവരുടെ ബോഡിക്കും അവരുടെ ഹോർമോണൽ ബാലൻസിന് വേണ്ടി അല്ല അവരുടെ പാറ്റേണായിട്ട് ഓരോരോ കാര്യങ്ങളുണ്ട്. പക്ഷെ അതാണ് സത്യം, അതൊരു യൂണിവേഴ്സൽ ഫാക്റ്റായിട്ട് നമ്മൾ കൊണ്ടുവരും. ഇങ്ങനെ പോകണം, ഇങ്ങനെ ആയിരിക്കണം, എനിക്കിത് സക്സസ് ആയി, അതുകൊണ്ട് ബാക്കി എല്ലാവരും ഇങ്ങനെ സക്സസ് ആക്കണം. എന്തുകൊണ്ട് എനിക്ക് പറ്റിയെങ്കിൽ നിനക്ക് പറ്റിക്കൂടാ. പക്ഷെ ആ ഒരു ഡിഫറൻസിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നതും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കുടുംബ ബന്ധങ്ങളിലും പ്രശ്നങ്ങളാവും.